കാലവർഷം ശക്തമായതോടെ മലയിടിച്ചിൽ ഭീതിയിലാണ് കേരളത്തിലെ മലയോര മേഖല മുഴുവൻ. അതിൽ തന്നെ മൂന്നാർ ഗ്യാപ്പ് റോഡ് നിവാസികൾ വലിയ ആശങ്കയിലാണ്. മുൻ വർഷങ്ങളിൽ പലതവണ മണ്ണും കല്ലുമൊക്കെ റോഡിലേക്ക് പതിച്ച് ദേശീയപാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. മലയിടിച്ചിൽ മുൻകൂട്ടി അറിയാനുള്ള മുന്നറിയിപ്പ് സംവിധാനം എന്നത് ദേശീയപാതാ വിഭാഗത്തിന്റെ ഒരു പ്രഖ്യാപനം മാത്രമായി ഇത്തവണയും ഒതുങ്ങിപ്പോയി. 2017 ദേശീയപാത നവീകരണം ആരംഭിച്ച ശേഷം ഇതുവരെ ചെറുതും വലുതുമായി 8 മണ്ണിടിച്ചിലാണ് ഗ്യാപ്പ് റോഡ് മേഖലയിലുണ്ടായത്. ആഴ്ചകൾക്ക് മുമ്പ് വേനൽ മഴയിലും മണ്ണും കൂറ്റൻ പാറക്കല്ലുകളും റോഡിലേക്ക് പതിച്ചു. മണ്ണിടിച്ചിലുണ്ടായാൽ ദേശീയപാതയിലൂടെയുള്ള ഗതാഗതം ദിവസങ്ങളോളം തടസ്സപ്പെടും. മേഖലയിലെ അപകട സാധ്യത കുറയ്ക്കാൻ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള മുന്നറിയിപ്പ് സംവിധാനം ഒരുക്കുമെന്ന് 2 വർഷം മുമ്പ് ദേശീയപാത അധികൃതർ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും ഇതുവരെയും നടപ്പായിട്ടില്ല. ഞങ്ങൾക്ക് ഒരു ആശുപത്രി കേസാണെങ്കിലും ചിന്നക്കാലിനെ സംബന്ധിച്ച് നമ്മൾ GHക്കാണ് പോണത്. ഒരു പ്രസവ കേസാണെങ്കിലോ ഒരു ചെറിയ എന്തെങ്കിലും ഒരു സാധനം പറ്റിയാലും ആശുപത്രി പെരിയാനിലിരുന്ന് മൂന്നാർക്ക് പോണത് ഈ വഴിക്കാണ് പോണത്. ഞങ്ങൾക്ക് ഈ വഴി ഇല്ലെങ്കിൽ വേറെ മാർഗം 10-50 കിലോമീറ്റർ ചുറ്റാണ് ഞങ്ങൾ മൂന്നാറിലേക്ക് എത്തുന്നത്. അപ്പോൾ ചിന്നക്കാലിനെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഈ റോഡ് നമുക്ക് ടൂറിസ്റ്റ് വരുന്നവരെ അവർക്ക് വരെ ബാധിക്കുകയാണ്. മണ്ണിടിച്ചിൽ വരുമ്പോൾ ഈ കല്ലൊക്കെ വന്ന് ചിലപ്പോൾ വണ്ടി റണ്ണിങ്ങിലേക്കുമ്പോൾ ഇടിച്ച് കല്ല് വന്ന് വീണ് കഴിഞ്ഞാൽ അവർക്കും ബാധയാണ്, ഞങ്ങൾക്ക് ഇവിടെ ഉള്ളവർക്കും ബാധയാണ്. മാണ്ടി IIT, കരസേന, ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ എന്നിവ സംയുക്തമായി വികസിപ്പിച്ചെടുത്ത ചെലവ് കുറഞ്ഞ ലാൻഡ് സ്ലിപ്പ് ഡിറ്റക്ഷൻ സിസ്റ്റമാണ് ഗ്യാപ്പ് റോഡിൽ ഉപയോഗിക്കാൻ തീരുമാനിച്ചിരുന്നത്. ഇതിന് ജില്ലാ ഭരണകൂടത്തിന്റെ അനുമതിയും ലഭിച്ചിരുന്നു. ഗ്യാപ്പ് റോഡിൽ മണ്ണിടിച്ചിലുണ്ടായാൽ ചിന്നക്കനാൽ, സൂര്യനെല്ലി മേഖലകൾ ഒറ്റപ്പെടും. ഇത് മേഖലയിലെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ഇവിടുത്തെ NHക്കാർ നേരത്തെ പറഞ്ഞത് ഇവിടെ മണ്ണിൽ ഇടിച്ചൽ ഉണ്ടാകുന്ന മുമ്പ് നമുക്ക് അറിയാൻ വേണ്ടി ഒരു മെഷീൻ ഫിറ്റ് ചെയ്യാനാണ് അവരൊക്കെ പറഞ്ഞത്. അത് ജില്ലാ കളക്ടർ നേതൃത്വത്തിൽ അതൊക്കെ പറഞ്ഞ് ഈ മണ്ണിടിച്ചൽ ഉണ്ടാകുന്ന മുമ്പ് നമുക്കൊക്കെ എല്ലാവർക്കും അറിയിപ്പൊക്കെ കിട്ടും. അതൊക്കെ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് പോയവരാണ് ഈ NHക്കാർ. ഇനി തിരിഞ്ഞ് നോക്കിയിട്ടില്ല. ഇപ്പോഴാണെങ്കിൽ അടുത്ത് മഴക്കാലം തുടങ്ങി. ഇപ്പോൾ അടുത്തടുത്ത് ഇപ്പോൾ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് കേപ്പ് റോട്ടിൽ മണ്ണിടിച്ചൽ ഉണ്ടായി വണ്ടികൾ മൊത്തം ട്രാഫിക്കായി റോഡൊക്കെ എല്ലാം ബ്ലോക്ക് ചെയ്തിരുന്നു. മുമ്പ് കോഴിക്കോട് NITയിലെ വിദഗ്ധ സംഘം ഇവിടം സന്ദർശിക്കുകയും അപകട സാധ്യതയുള്ള പാറകൾ പൊട്ടിച്ചു നീക്കി ചെരിഞ്ഞ പ്രതലങ്ങളിൽ കോൺക്രീറ്റ് ഉപയോഗിച്ച് ബലപ്പെടുത്തണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇതിലും തുടർ നടപടി ഉണ്ടായിട്ടില്ല. ന്യൂസ് 18 ഇടുക്കി. കാലവർഷം ആരംഭിച്ചതോടെ വലിയ ആശങ്കയിലാണ് ഇടുക്കി ചൊക്രമുടി നിവാസികൾ. ചൊക്രമുടിയിലെ അനധികൃത തടയണ മൂടുകയോ നികത്തുകയോ ചെയ്യണമെന്ന് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ മാസങ്ങൾ കഴിഞ്ഞിട്ടും നടപടിയില്ലാത്തതാണ് നാട്ടുകാരുടെ ഉറക്കം കെടുത്തുന്നത്. ചൊക്രമുടി മലനിരയിൽ അനധികൃതമായി നിർമ്മിച്ച തടയണ മൂടുകയോ നികത്തുകയോ വേണമെന്ന് ജില്ലാ ഭരണകൂടം നിർദ്ദേശിച്ചിരുന്നു. തടയണയിൽ വെള്ളം കെട്ടി നിർത്തുന്നത് താഴ്വാരത്തുള്ള 100 കണക്കിന് കുടുംബങ്ങൾക്കാണ് ഭീഷണിയായത്. ജില്ലാ കളക്ടറുടെ നിർദ്ദേശമുണ്ടായിട്ടും തടയണ നികത്താൻ നടപടിയുണ്ടായില്ല. 45 ഡിഗ്രിയിലധികം ചരിവുള്ളതാണ് പ്രദേശം. 17 മീറ്റർ നീളത്തിലും 3 മീറ്റർ വീതിയിലുമാണ് കുളം നിർമ്മിച്ചിട്ടുള്ളത്. വലിയൊരു ബോംബായിട്ട് ആ അനധികൃത നിർമ്മാണ കുളം പോലെ നിർമ്മിച്ചേക്കുന്ന ആ വെള്ളക്കെട്ട് നാളുകളിൽ വലിയൊരു ദുരന്തമായിട്ട് ചൊക്രമുടിയുടെ താഴ്വാരത്ത് താമസിക്കുന്ന ആൾക്കാർക്ക് മൊത്തം ദുരന്തമായിട്ട് മാറുന്ന രീതിയിലോട്ട് അനുഭവപ്പെടും എന്ന് ബോധ്യമായിട്ട് പോലും ആ ജനപ്രതിനിധികളടക്കം പഞ്ചായത്തടക്കം ഇത് കണ്ടില്ല കേട്ടില്ല എന്നുള്ളൊരു ഭാവം നടിക്കുന്നത് വളരെ വേദനാജനകമാണ്. അതിനുവേണ്ട നടപടികൾ ഉടനെ സ്വീകരിച്ച് അവിടെയുള്ള ജനങ്ങളെ രക്ഷിക്കണം. നാട്ടുകാരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കാൻ കഴിഞ്ഞ നവംബറിലാണ് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയത്. വിദഗ്ധ സമിതിയുടെ പരിശോധനയിൽ മറ്റൊരു ഭാഗത്തു നിന്നും മണ്ണെടുത്ത് കുളം മൂടുന്നത് മണ്ണിടിച്ചിലിന് ഇടയാക്കുമെന്നും അതിനാൽ കുളം മൂടേണ്ടതില്ലെന്നും റിപ്പോർട്ട് നൽകി. മഴ പെയ്യുമ്പോൾ കല്ലും മണ്ണും മരക്കഷ്ണങ്ങളും തങ്ങിനിന്ന് കുളത്തിൽ വെള്ളം നിറഞ്ഞ് പൊട്ടാൻ സാധ്യതയുണ്ടെന്നും സ്വാഭാവിക ഒഴുക്ക് പുനഃസ്ഥാപിക്കണമെന്നും ആവശ്യപ്പെട്ട് ബൈസൺ വാലി പഞ്ചായത്ത് സെക്രട്ടറി വീണ്ടും കളക്ടർക്ക് കത്ത് നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിൽ ADM ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ സ്ഥലത്ത് സന്ദർശനം നടത്തി. തുടർന്നാണ് കുളം മൂടുന്നതിൽ തുടർ നടപടി സ്വീകരിക്കാൻ ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയത്. ഇതിന് താഴെ ഈ മലയ്ക്ക് താഴെ താമസിക്കുന്ന ആദിവാസികൾ ഉൾപ്പെടെയുള്ള സാമാന്യ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായിരിക്കുന്ന അവിടെ കുഴിച്ചിരിക്കുന്ന ആ മലയുടെ താഴ്വരയിൽ കുഴിച്ചിരിക്കുന്ന കുളം എത്രയും വേഗം നികത്തണമെന്ന് ജില്ലാ കളക്ടർ ഉത്തരവുണ്ടായിട്ടും ജില്ലാ കളക്ടർ ഉത്തരവ് കൊടുത്തിട്ടും ഇവിടുത്തെ പ്രാദേശിക ഭരണകൂടം, അതായത് തദ്ദേശ സ്വയംഭരണ വകുപ്പ്, അതിന് യാതൊരു തരത്തിലുള്ള നടപടി സ്വീകരിച്ചിട്ടില്ല. മഴ ശക്തമായതോടെ പ്രദേശവാസികൾ ആശങ്കയിലാണ്. ഇപ്പോൾ ചൊക്രമുടി മലനിരകളിൽ
അതിശക്തമായ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടുന്ന് ഒഴുകി വരുന്ന വെള്ളത്തിൻ്റെ കനയടികൾ കണക്കുപോലും നമുക്ക് കണക്ക് കൂട്ടാൻ പറ്റാത്ത രീതിയിലുള്ള അതിശക്തമായ മഴയാണ് അവിടുന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നൂറുകണക്കിന് ആദിവാസികളും അതുപോലെ തന്നെ സാധാരണക്കാരായ കൃഷിക്കാരും അവരുടെ ജീവിത ഉപാധികളായിട്ടുള്ള കൃഷി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അവരുടെ ജീവിതത്തിൻ്റെ ആകെ സമ്പാദ്യങ്ങളൊക്കെ ഈ മേഖലയിൽ ഒരു 100 വർഷത്തോളം കാലമായി സ്വരുക്കൂട്ടി വെച്ചിരിക്കുന്ന ഇവിടെ സ്വസ്ഥമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സ്ഥലത്തേക്ക് ഇപ്പോൾ കയ്യേറ്റ ഭൂമാഫിയകൾ അവരുടെ ഈ നിർമ്മാണ പ്രവർത്തനത്തിലൂടെ വലിയ ഒരു ദുരന്തം ഭീഷണി ആണ് ഉണ്ടായിരിക്കുന്നത്. ജനങ്ങൾ ഈ ശക്തമായ മഴയിൽ അവിടുന്ന് മല പൊട്ടി ഒഴുകി വരാനുള്ള സാധ്യത, വയനാട്ടിൽ സംഭവിച്ച പോലുള്ള ഒരു സാധ്യത ഉണ്ടാകാനുള്ള സാധ്യത മനസ്സിലാക്കിക്കൊണ്ട് വളരെയധികം ആശങ്കയിലാണ്. തടയണയുടെ മൺവരമ്പുകൾ പൂർണ്ണമായും പൊളിച്ചുമാറ്റി സ്വാഭാവിക ഒഴുക്ക് പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ വലിയ അപകടങ്ങൾക്ക് ഇടയാക്കുമെന്ന് നാട്ടുകാർ പറയുന്നു. ന്യൂസ് 18 ഇടുക്കി. വേനൽ മഴ വലിയ പ്രയോജനം ചെയ്തെങ്കിലും ഏപ്രിൽ മെയ് മാസത്തിൽ മഴ തുടർച്ചയായി പെയ്തത് ഏലം കൃഷിയെ ദോഷകരമായി ബാധിച്ചുവെന്ന് കർഷകർ. മെയ് അവസാന വാരം കാലവർഷം കൂടി നേരത്തെ എത്തിയതോടെ ഹൈറേഞ്ചിലെ ഏലം കർഷകർ ആകെ ആശങ്കയിലാണ്. ഇത്തവണ മാർച്ച് മുതൽ ലഭിച്ച വേനൽ മഴ അനുഗ്രഹമായെങ്കിലും തുടർച്ചയായി അനുഭവപ്പെട്ടതും കാലവർഷം നേരത്തെ എത്തുമെന്ന അറിയിപ്പും ഏലം കർഷകർക്ക് തിരിച്ചടിയാവുകയാണ്. മഴ അധികമായാൽ ഏലച്ചെടികളിൽ അഴുകൽ രോഗത്തിന് സാധ്യതയുണ്ട്. ഉൽപാദനം വർദ്ധിക്കുന്നതിനോടൊപ്പം വിലയിടിവ് ഉണ്ടാകുമോ എന്നാണ് കർഷകരുടെ മറ്റൊരാശങ്ക. ഈ വിളവ് കൂടിക്കഴിയുമ്പോൾ കർഷകർ ഇപ്പം ആവറേജ് 2000, 1600, 2000, 2500 ഒക്കെ ഏലത്തിന് കിട്ടുന്നുണ്ട് കുറച്ച് മാസങ്ങളായിട്ട്. ഇനി ഈ ഉൽപാദനം വളരെയധികം കൂടുമ്പോൾ ഈ വില വീണ്ടും പഴയ പോലെ 1000-ന് താഴെയും 1000-ഉം ആവറേജ് 1000, 1200 ആയ കർഷകർക്ക് ഏലം വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നൊരു കൃഷിയായി ഏലം. അപ്പോൾ അത് ആ രീതിയിലേക്ക് വില താഴുമോ എന്നുള്ളൊരു ശക്തമായ ആശങ്കയും കർഷകർക്കുണ്ട്. അപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇത് വിലയൊന്ന് പിടിച്ചു നിർത്താനുള്ള എന്തെങ്കിലും സംവിധാനങ്ങൾ ചെയ്യുവാണെങ്കിൽ കാർഷിക മേഖലയ്ക്ക് വളരെയധികം ഗുണമാകുന്നൊരു പ്രതീക്ഷയുണ്ട്. കഴിഞ്ഞ വർഷം വേനൽ മഴ കാര്യമായി ലഭിക്കാതെ വന്നതോടുകൂടി ഹൈറേഞ്ചിന്റെ കാർഷിക മേഖല പ്രതിസന്ധിയിലായിരുന്നു. ഏലം കർഷകരെയായിരുന്നു വരൾച്ച ഏറെയും ബാധിച്ചത്. പിന്നീട് കർഷകർ കൃഷി വീണ്ടെടുത്ത് വരുന്ന സമയത്താണ് മഴയുടെ കാഠിന്യം ഏറിയത്. കഴിഞ്ഞ വർഷം ഏലക്കായ്ക്ക് 3000-ന് മുകളിൽ വില ഉയർന്നിരുന്നു. ഇപ്പോൾ വില 2000-ൽ താഴെ മാത്രമാണ്. മഴ അധികമായാൽ വില മാത്രമല്ല കൃഷിയും തകരും. ചീൽ രോഗത്തിന് കർഷകർ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും എത്രമാത്രം ഫലപ്രദമാകുമെന്ന ആശങ്കയും ഏലം കർഷകരെ അലട്ടുന്നുണ്ട്. ന്യൂസ് 18 ഇടുക്കി. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം ആറ്റിങ്ങലിൽ കുന്നിടിക്കുന്നത് അപകട ഭീഷണി ഉയർത്തുകയാണ്. ഒരു സുരക്ഷയുമില്ലാതെയാണ് അശാസ്ത്രീയമായി ഈ ഭാഗത്ത് കുന്നിടിക്കുന്നത്. ദേശീയപാതയിൽ ആറ്റിങ്ങൽ കോരാണിക്കും ചെമ്പകമംഗലത്തിനും ഇടയ്ക്കുള്ള വലിയ കുന്നിന്റെ ഭാഗമാണ് മാസങ്ങളായി ഇടിക്കുന്നത്. ഇവിടെ വലിയൊരു ഭാഗം കുന്നിടിച്ചെടുത്തു കഴിഞ്ഞു. ഈ ഭാഗത്ത് ഓടയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളും പുരോഗമിക്കുന്നുണ്ട്. കുന്നിന്റെ മധ്യഭാഗം തുരന്ന് മണ്ണെടുത്തിട്ടുള്ളതാണ് ഇപ്പോൾ ഭീഷണി ഉയർത്തുന്നത്. മണ്ണുമാന്തി യന്ത്രം കൊണ്ട് മല തുരന്ന് മണ്ണ് നീക്കുകയായിരുന്നു. മണ്ണെടുത്തിട്ടുള്ള ഭാഗത്ത് മുകൾ തട്ടിൽ 5 അടിയോളം ഭാഗം പുറത്തേക്ക് തള്ളിയ നിലയിലാണ്. മഴ ശക്തമാകുന്നതോടെ ഇതിടിഞ്ഞ് റോഡിലേക്ക് വീഴാൻ ഇടയുണ്ട്. നിരന്തരം ഗതാഗതം നടക്കുന്ന ഭാഗമായതിനാൽ മണ്ണിടിച്ചിലുണ്ടാകുന്നത് വലിയ അപകടത്തിന് കാരണമായേക്കാമെന്ന ആശങ്കയും നിലനിൽക്കുകയാണ്. ന്യൂസ് 18 ആറ്റിങ്ങൽ. ഇനി വ്യക്തിപരമായി വലിയ സന്തോഷമുള്ള അഭിമാനമുള്ള ഒരു വാർത്തയിലേക്കാണ്. വജ്ര ജൂബിലി നിറവിൽ പാലക്കാട് ജില്ലയിലെ ചാത്തന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം ഡോക്ടർ അബ്ദുൾ സമദ് സമദാനി MP നിർവഹിച്ചു. പൂർവ്വ വിദ്യാർത്ഥി സംഗമം, സ്മരണിക പ്രകാശനം, ആദരസഭ, കലാപരിപാടികൾ, സാംസ്കാരിക സമ്മേളനം, ഘോഷയാത്ര, അങ്ങനെ ആഘോഷം വലിയ കാര്യമായി തന്നെ നടത്തുന്നുണ്ട്. നാളെ വൈകുന്നേരം നടക്കുന്ന സാംസ്കാരിക സമ്മേളനം മന്ത്രി MP രാജേഷ് ഉദ്ഘാടനം ചെയ്യും. തദ്ദേശ സ്ഥാപനത്തിന്റെ സാരഥികൾ, സ്കൂൾ അധികൃതർ, പൂർവ്വ അധ്യാപകർ, പൂർവ്വ വിദ്യാർത്ഥികൾ, നാട്ടുകാർ തുടങ്ങിയവരൊക്കെ ചേർന്ന് വലിയ ആഘോഷമായിട്ടാണ് വജ്ര ജൂബിലി ആഘോഷം അവിടെ നടത്തുന്നത്. അവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് ആ ആഘോഷത്തിൽ പങ്കുചേരാൻ പറ്റാത്തതിൽ ദുഃഖമുണ്ടെങ്കിലും ഏറ്റവും അഭിമാനം പഠിച്ച സ്കൂളിന്റെ 60ാം വാർഷികം ഒരു നാടൊന്നാകെ വലിയ ആഘോഷമാക്കി മാറ്റുകയാണ്. സ്മരണികയുടെ ആദ്യ പ്രതി അടിയത്ത് നാരായണ നായർക്ക് നൽകിക്കൊണ്ട് ബഹുമാനപ്പെട്ട MP അബ്ദുൾ സമദ് സമദാനി സാർ
അറബിക്കടലിൽ കൊച്ചി തീരത്ത് മുങ്ങിയ ചരക്ക് കപ്പലിൽ നിന്ന് കൂടുതൽ കണ്ടെയ്നറുകൾ തീരത്ത് അടിയുന്നു. തിരുവനന്തപുരം അഞ്ചുതെങ്ങ് മാമ്പള്ളി തീരപ്രദേശങ്ങളിൽ കണ്ടെയ്നറുകൾ എത്തി. എസ് അഭിലാഷ് വിവരങ്ങളുമായി. അഭിലാഷ്, ഇത് കേരള തീരത്ത് മുഴുവൻ അങ്ങനെ ഒരു സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഇന്നലെ നമ്മൾ കണ്ടത് ആലപ്പുഴയിലും കൊല്ലത്തും ഒക്കെയാണ്. അപ്പോൾ തിരുവനന്തപുരത്തേക്കും എത്തിയിരിക്കുകയാണ്. എവിടെയൊക്കെയാണ് ഇപ്പോൾ കണ്ടെയ്നറുകൾ അടിഞ്ഞിട്ടുള്ളത്? അവിടെയൊക്കെ ഒരു സുരക്ഷാ മുൻകരുതലുകളൊക്കെ ഉണ്ടോ? തീർച്ചയായും ഇന്ന് രാവിലെയാണ് മത്സ്യത്തൊഴിലാളികൾ ഈ കണ്ടെയ്നറുകൾ തീരത്ത് കണ്ടെത്തിയത്. പോലീസിന്റെ കർശന നിർദ്ദേശം ഉണ്ടായിരുന്നതിനാൽ തന്നെ ഇവരാണ് തന്നെ സമീപത്തേക്ക് പോകാതെ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. അഞ്ചുതെങ്ങ് തീരത്താണ് ആദ്യം കണ്ടെയ്നർ കണ്ടെത്തിയത്. 2 കണ്ടെയ്നറുകളാണ് ഇവിടെ ഉള്ളത്. ഇതിൽ ഒരെണ്ണം പൊളിഞ്ഞ അവസ്ഥയിലാണ്. ഇതിനുള്ളിൽ തന്നെ ഒന്നും ഇല്ല എന്നുള്ളതാണ് നിഗമനം. മറ്റൊരെണ്ണം കടലിൽ മുങ്ങി താഴ്ന്ന് കിടക്കുന്ന അവസ്ഥയിലാണ്. മാത്രമല്ല അഞ്ചുതെങ്ങ്, മാമ്പള്ളി, മണ്ണാക്കുളം ഭാഗങ്ങളിൽ ഇതിൽ നിന്നുള്ളത് എന്ന് സംശയിക്കുന്ന പെട്ടികളും ചാക്കുകെട്ടുകളും വ്യാപകമായി അടിഞ്ഞിട്ടുണ്ട്. ഇത് പോലീസ് ശേഖരിച്ച് വരികയാണ്. കടലിൽ മുങ്ങിയ കിടക്കുന്ന കണ്ടെയ്നർ നീക്കം ചെയ്യാനുള്ള കരയ്ക്കെത്തിക്കാനുള്ള നടപടികളും പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. ശരി അഭിലാഷ്, അയിരൂർ തീരപ്രദേശത്ത് ഈ അഞ്ചുതെങ്ങ് മേഖലയിലൊക്കെ കണ്ടെയ്നറുകൾ അടിയുന്നുണ്ട്. കേരളത്തിന്റെ തീരമേഖലയിലാകെ അത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നൊരു മുന്നറിയിപ്പ് നേരത്തെ തന്നെ അധികൃതർ നൽകിയിരുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരുടെയും ഒക്കെ ശ്രദ്ധയ്ക്ക് അതിലുള്ള വസ്തുക്കൾ സംബന്ധിച്ച് നമുക്കിപ്പോഴും ഒരു കൃത്യമായ ധാരണയില്ലാത്തതുകൊണ്ട് തന്നെ ചുരുങ്ങിയത് 200 മീറ്ററെങ്കിലും അകലം പാലിച്ച് മാത്രമേ ഈ വസ്തുക്കളുടെ അടുത്തേക്ക് പോകാവൂ എന്നൊരു നിർദ്ദേശമാണ് നേരത്തെ തന്നെ കോസ്റ്റ് ഗാർഡിൻ്റെ ഭാഗത്തു നിന്നൊക്കെ വന്നിരിക്കുന്നത്. ഇതിൽ എന്താണെന്നുള്ള കൗതുകമൊക്കെ ഉണ്ടാവുമ്പോൾ പോലും പരമാവധി അടുത്തേക്ക് പോകാതിരിക്കുക. അധികൃതർ അവിടെ എത്തി അതിൻ്റെ വേണ്ട സുരക്ഷാ കാര്യങ്ങൾ ചെയ്യും. സാധാരണ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് വേണ്ടത് ജാഗ്രതയാണ്. വടക്കൻ കേരളത്തിൽ ഒരു വലിയ വിശാലമായൊരു തെയ്യാട്ടക്കാലം സമാപിക്കുകയാണ്. കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ എന്നും തെയ്യാട്ടത്തിൻ്റെ വാർത്തകളൊക്കെ വരുന്നുണ്ടായിരുന്നു. അതേതാണ്ട് ആ സീസൺ അവസാനിക്കുകയാണ്. കലശ മഹോത്സവത്തിൻ്റെ ഭാഗമായി വിവിധ തെയ്യക്കോലങ്ങളും മീൻകോവ സമർപ്പണവും നടന്നു. മടിയൻകുലോം, നീലേശ്വരം, മന്തംപുറത്തുകാവ് എന്നിവിടങ്ങളിലെ കലശോത്സവത്തോടെ വടക്കൻ കേരളത്തിലെ തെയ്യക്കാലം അവസാനിക്കുകയാണ്. അജാനൂരിലെ മടിയൻ പ്രദേശത്താണ് ക്ഷേത്രം. അള്ളട സ്വരൂപമുക്കത്ത് നാടിന്റെ ആസ്ഥാനമാണ് ശ്രീ മടിയൻകുലോം ക്ഷേത്രം. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രത്തിൽ നടന്ന കലശ മഹോത്സവത്തിന്റെ ഭാഗമായി വിവിധ ചടങ്ങുകളാണ് നടത്തിയത്. ഇതിനോടനുബന്ധിച്ച് നീലേശ്വരം മന്തംപുറത്തുകാവിൽ പ്രസാദമായി ചെറുപയറും കോഴിയും നൽകുന്നു എന്നതാണ് സവിശേഷത. ഇതോടൊപ്പം മദ്യം നിവേദ്യമായി സമർപ്പിക്കാം. മടിയൻകുലോം കലശ മഹോത്സവത്തിന്റെ ഭാഗമായി ക്ഷേത്രപാലകൻ, കാളരാത്രി അമ്മ, നടയിൽ ഭഗവതി എന്നീ തെയ്യങ്ങളുടെ തിരുമുടി ഉയർന്നു. ഇതോടൊപ്പം 6 കലശങ്ങളും ക്ഷേത്രത്തെ വലം വയ്ക്കുന്ന കാഴ്ച ഭക്തിസാന്ദ്രമാണ്. കലശങ്ങളുടെ അകമ്പടിയോടെ തെയ്യക്കോലങ്ങൾ ക്ഷേത്രത്തെ വലം വയ്ക്കും. മാണിക്കോത്ത് പുന്നയ്ക്കാൽ ദേവി ക്ഷേത്രത്തിനുള്ള മീൻകോവ സമർപ്പണവും നടന്നു. മുൻകാലങ്ങളിൽ ഞങ്ങളുടെ സമുദായത്തിലെ മടിയൻകുലം ഈ കലശോത്സവം കൂടിയാൽ പുഴയിൽ ആരും ഇറങ്ങാറില്ല. ഇപ്പോഴാണെങ്കിൽ എല്ലാ ദിവസവും ഇറങ്ങുന്നു. ഇപ്പോൾ ഞങ്ങൾ ഈ കോവക്ക് വേണ്ടി തന്നെ മുമ്പിലെ ഇവിടെ ചെറുത്തൂരാണ് പോയിക്കൊണ്ടത്. ഇപ്പം ഞങ്ങൾ തലപ്പാടിയിൽ നിന്നാണ് കൊണ്ടിരുന്നുണ്ട്. ചെണ്ടമേളത്തോടൊപ്പം പ്രത്യേക വാദ്യമായ സാസ്കോഫോൺ സംഗീതവും അന്തരീക്ഷത്തെ ഭക്തിസാന്ദ്രമാക്കി. നീലേശ്വരം, മന്തംപുറത്തുകാവ്, മടിയൻകുലോം എന്നിവിടങ്ങളിലെ കലശോത്സവത്തോടെ അള്ളട മുക്കാദം നാട്ടിലെ മറ്റൊരു തെയ്യാട്ടക്കാലത്തിന് കൂടി സമാപനമായിരിക്കുകയാണ്. ന്യൂസ് 18 കാസർഗോഡ്. സുഹൃത്തുക്കളുടെ കൂട്ടായ്മ ഹൃദയം തുറന്നപ്പോൾ പുഞ്ചിരി വിടരുന്നത് നാട്ടിലെ 100ഓളം കുട്ടികളുടെ മുഖത്താണ്. കൊല്ലം പരവൂരിലെ കൂട്ടായ്മയായ ആനപ്രേമി സംഘമാണ് നാട്ടിലെ നിർധനരായ കുട്ടികൾക്ക് സ്കൂൾ തുറക്കാനിരിക്കെ കിറ്റുകൾ നൽകിയത്. സ്മൈൽ 2025 എന്ന പേരിലാണ് സ്കൂൾ കിറ്റ് പദ്ധതി ആവിഷ്കരിച്ചത്. ഒരാഴ്ച കൊണ്ട് സമാഹരിച്ചത് 100 കിറ്റുകൾ.
അർഹരായ കുട്ടികളെ കണ്ടെത്തിയതും അവർക്കുള്ള കിറ്റുകൾ ഏറ്റുവാങ്ങിയതും അധ്യാപകരാണ്. NK പ്രേമചന്ദ്രൻ MP വിതരണോദ്ഘാടനം നിർവഹിച്ചു. അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുമ്പായി തന്നെ കുട്ടികൾക്ക് ഒരു സ്കൂൾ വർഷം ആരംഭിക്കുമ്പോൾ എന്തെല്ലാം പഠനോപകരണങ്ങളും അവശ്യ സാധനങ്ങളുമാണോ വേണ്ടത് അത് മുഴുവൻ തയ്യാറാക്കി ഒരു കിറ്റായി ആ കുട്ടികൾക്ക് നേരിട്ട് കൊടുക്കുകയല്ല, ബന്ധപ്പെട്ട സ്കൂളുകളിൽ കൊടുത്ത് അർഹരായ കുട്ടികളെ സ്കൂൾ അധികൃതർ തെരഞ്ഞെടുത്ത് അവർക്ക് വിതരണം ചെയ്യും. ബാഗ്, നോട്ട്ബുക്ക്, കുട, ലഞ്ച് ബോക്സ്, വാട്ടർ ബോട്ടിൽ തുടങ്ങി ഒരു വർഷം മുഴുവൻ ഉപയോഗിക്കാൻ ആവശ്യമായ മുഴുവൻ സാധനങ്ങളും കിറ്റിലുണ്ട്. പുറ്റിങ്ങൽ ക്ഷേത്ര മൈതാനിയിൽ നടന്ന ചടങ്ങിൽ വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളും പുറ്റിങ്ങൽ ദേവസ്വം ഭാരവാഹികളും പങ്കെടുത്തു. ന്യൂസ് 18 പരവൂർ. സ്കൂളുകൾ കേന്ദ്രീകരിച്ച് യൂണിഫോമുകളുടെ കൊട്ടേഷൻ ഈ ഏജൻസികളൊക്കെ നേരിട്ട് ഏറ്റെടുക്കാൻ തുടങ്ങിയതോടെ വലിയ പ്രതിസന്ധിയിലായത് സാധാരണക്കാരായ തയ്യൽ തൊഴിലാളികളാണ്. റെഡിമെയ്ഡ് സ്കൂൾ യൂണിഫോമുകളുടെ കടന്നുവരവ് വർദ്ധിച്ചതും ഇവരുടെ പ്രതിസന്ധിക്ക് ആക്കം കൂട്ടുന്നു. തയ്യൽ തൊഴിൽ മേഖലയിലെ പ്രധാന സീസണുകളിലൊന്നാണ് സ്കൂൾ പ്രവേശനകാലം. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി സ്കൂൾ യൂണിഫോമുകൾ തുന്നിക്കൊടുക്കുന്ന തിരക്കുകളിൽ നിന്നും ഒഴിയുകയാണ് ഈ മേഖലയും. സ്വകാര്യ സ്കൂളുകൾ ഉൾപ്പെടെ യൂണിഫോമുകൾ തുന്നുന്നതിന് മൊത്ത കരാറുകൾ പലപ്പോഴായി ഏജൻസികൾക്ക് കൈമാറുന്നതാണ് ഗ്രാമീണ മേഖലയിലെ പരമ്പരാഗത തയ്യൽ തൊഴിലാളികളെ ദുരിതത്തിലാക്കുന്നത്. ഈ സ്കൂൾ സീസൺ കഴിയുമ്പോൾ പിന്നെ അതും വലിയ ബുദ്ധിമുട്ടിലാണ് ടൈലറുടെ കാര്യം. ഇപ്പോൾ സ്കൂളുകാർ തന്നെ അവിടെ ജോലിക്കാർ ഇരുത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ അവർ തന്നെ കൊട്ടേഷൻ വെളിയിൽ നിന്നുള്ളവർ വന്ന് എടുത്തുകൊണ്ട് പോകും. അപ്പോൾ സാധാരണക്കാരന് പിന്നെ ഈ വെളിയിൽ നിന്ന് ആ സ്കൂളിൽ നിന്ന് വർക്ക് കിട്ടാൻ ഇപ്പം ചില ബുദ്ധിമുട്ടുണ്ട്. പണ്ട് അങ്ങനെയല്ല. പണ്ടെന്ന് പറഞ്ഞാൽ സ്കൂളിൽ നിന്ന് യൂണിഫോം കൊടുക്കുക, ഇഷ്ടമുള്ള കടയിൽ കൊണ്ട് തയ്ക്കുക, അപ്പോൾ ടൈലർമാർക്ക് വർക്കുണ്ടായിരുന്നു. മുൻകാലങ്ങളിൽ ഏപ്രിൽ അവസാനം മുതൽ യൂണിഫോമുകൾ തയ്ക്കുന്നതിന് തയ്യൽ കടകളിൽ വിദ്യാർത്ഥികളുടെ തിരക്കായിരുന്നു. ഇന്ന് പക്ഷേ സ്ഥിതി നേരെ വിപരീതം. ജൂലൈ വരെ നീണ്ടു നിൽക്കുന്ന സ്കൂൾ സീസൺ തയ്യൽ തൊഴിലാളികൾക്ക് അന്യമായി കഴിഞ്ഞു. റെഡിമെയ്ഡ് തുണിത്തരങ്ങൾ മെയിൻ്റെനൻസ് ചെയ്യുന്നതിനും പഴയ തുണികൾ തുന്നിയെടുക്കുന്നതിനും മാത്രമായി പ്രാദേശിക മേഖലകളിലെ തയ്യൽ തൊഴിലാളികളെ ആശ്രയിക്കാറുള്ളൂ. തയ്യൽ മേഖല പൊതുവെ കേരളത്തിൽ നഷ്ടപ്പെട്ടു എന്ന് തന്നെ ചുരുക്കി പറയാൻ പറ്റുള്ളൂ. ഈ തയ്യൽ തൊഴിലാളികൾ തന്നെ ഇപ്പം തൊഴിലുറപ്പിനാണ് പോകുന്നത്. കാര്യം അവർ കട നടത്താൻ നിവൃത്തിയില്ല, വാടക കൊടുക്കാൻ നിവൃത്തിയില്ലാത്ത ഒരു സ്റ്റേജ് ഇന്നത്തെ കാലഘട്ടം വന്നതുകൊണ്ട് അവരിപ്പോൾ തൊഴിലുറപ്പ് ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. ഞങ്ങളെപ്പോലെ തുച്ഛം കുറച്ച് ആളുകൾ മാത്രമേ ഈ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നുള്ളൂ. ഓണമായിരുന്നാലും ക്രിസ്മസ് ആയിരുന്നാലും സ്കൂൾ സീസൺ ആയിരുന്നാലും തയ്യൽ തൊഴിലാളികൾക്ക് അതൊരു ചാകരയായ പോലെ ഉള്ള ഒരു നേട്ടമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴെന്ന് പറയുന്നത് അതുപോലുമില്ല. കറണ്ട് വാടകയും ബിൽഡിങ്ങിൻ്റെ വാടകയും ഇതൊക്കെ നോക്കുമ്പോൾ കഷ്ടപ്പാടാണ്. ഇത് എൻ്റെ മാത്രം കാര്യമല്ല, ഞങ്ങളെപ്പോലെ എന്നെപ്പോലെ ജോലി ചെയ്യുന്ന എല്ലാ തയ്യൽ തൊഴിലാളികൾക്കും പറ്റുന്ന ഒരവസ്ഥയാണ് ഇതെന്ന് വേണം എനിക്ക് പറയാനുള്ളത്. മുൻകാലങ്ങളിൽ രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ദിനം പ്രതി 10-ലധികം സ്കൂൾ യൂണിഫോമുകൾ തുന്നിക്കൊടുത്ത പല തയ്യൽ കടകളിലും നാമമാത്രം യൂണിഫോമുകൾ മാത്രമേ ഈ സീസണിൽ തുന്നി നൽകിയിട്ടുള്ളൂ. തൊഴിലാളികളെ ഇരുത്തി യൂണിഫോമുകൾ ഉൾപ്പെടെയുള്ളവ തുന്നി നൽകിയിരുന്ന പല തയ്യൽ കടകളും വാടക പോലും നൽകാൻ കഴിയാത്ത അവസ്ഥയിലാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. വീടുകളിൽ ചെറിയ അളവിൽ ജൈവ പച്ചക്കറിയും പഴങ്ങളുമൊക്കെ കൃഷി ചെയ്യുന്നവർ നേരിടുന്ന വെല്ലുവിളിയാണ് അധികം വരുന്ന ചെറിയ അളവിലുള്ള വിളകൾ എന്ത് ചെയ്യുമെന്നത്. നമുക്ക് ആവശ്യം കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള കുറച്ച് വിളയാണ്, അത് എന്ത് ചെയ്യുമെന്നത് ഒരു വലിയ പ്രശ്നമായിരുന്നു. ഈ പ്രതിസന്ധിക്കുള്ള പ്രായോഗിക പരിഹാരം കാണുകയാണ് ആലപ്പുഴ ഭരണിക്കാവ് സർവീസ് സഹകരണ ബാങ്ക്. ഒരു സഞ്ചരിക്കുന്ന പഴം പച്ചക്കറി വിപണന സംഭരണ സംവിധാനമാണ് ഇവർ ഒരുക്കുന്നത്. വീട്ടുമുറ്റത്തും ടെറസിലും വരെ ചെറിയ അളവിൽ പഴം പച്ചക്കറി കൃഷി നടത്തുന്ന വലിയൊരു വിഭാഗം മലയാളികളുണ്ട്. ഇങ്ങനെ കൃഷി നടത്തുന്നവർ നേരിടുന്ന വലിയൊരു വെല്ലുവിളിയാണ് വീട്ടാവശ്യം കഴിഞ്ഞുള്ള ചെറിയ അളവിലെ വിളകൾ എവിടെ വിൽക്കുമെന്നത്. 1-2 കിലോ മുളകോ തക്കാളിയോ വഴുതനങ്ങയോ ഒക്കെ ചന്തയിൽ കൊണ്ടുപോയി വിൽക്കുന്നത് പ്രായോഗികമല്ല. ഇങ്ങനെ വിറ്റ് കിട്ടുന്ന തുകയും കൊണ്ടുപോകുന്ന ചെലവും അതിനുവേണ്ടിയുള്ള സമയവും കണക്കാക്കുമ്പോൾ പലരും അതിന് തുനിയാറുമില്ല. ഇതിനുള്ള പ്രായോഗിക പരിഹാരമാണ് സഞ്ചരിക്കുന്ന പഴം പച്ചക്കറി വിപണന സംഭരണ കേന്ദ്രം. ആലപ്പുഴ ജില്ലയിലെ ഭരണിക്കാവ് സർവീസ് സഹകരണ ബാങ്കിന്റേതാണ് ഈ ആശയം. ഓരോ വീട്ടുവാതിൽക്കലും വാഹനമെത്തും. എത്ര ചെറിയ അളവിലുള്ളതാണെങ്കിലും ഉൽപ്പന്നങ്ങൾ വിൽക്കാം, ന്യായമായ വിലയും കിട്ടും. കർഷകരെ കൃഷിയിൽ ഉറപ്പിച്ചു നിർത്താനും അഭിമാനം സംരക്ഷിച്ച് ഉൽപ്പന്നങ്ങൾ വിൽക്കാനുമുള്ള അവസരമാണ് ഒരുക്കുന്നതെന്ന് ഭരണിക്കാവ് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് കോശി അലക്സ് പറഞ്ഞു.
തുണ്ടുഭൂമിയിൽ അവർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ അവരാവശ്യത്തിന് ഉപയോഗിച്ചതിൻ്റെ ബാക്കിയുള്ളത് ചെറിയ അളവിലാണെങ്കിലും വിൽക്കാനും വാങ്ങാനുമുള്ള സൗകര്യങ്ങൾ ഞങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എത്ര ചെറിയ അളവിലുള്ളതാണെങ്കിലും ഞങ്ങളുടെ സ്റ്റോറുകളിലേക്ക് കർഷകർ അവരുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചതിൻ്റെ ബാക്കി വിൽക്കാനുള്ള സൗകര്യമുണ്ട്. ആ നിലയിൽ ഏർപ്പെടുത്തിയിട്ടുള്ള സൗകര്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ പിന്നിൽ കാണുന്ന കർഷക വണ്ടി. സഞ്ചരിക്കുന്ന വിപണൻ സംഭരണ കേന്ദ്രത്തിന് പുറമെ ബാങ്കിലും പഞ്ചായത്തിലെ 2 കേന്ദ്രങ്ങളിലുമായി 3 പഴം പച്ചക്കറി വിപണന സംഭരണ കേന്ദ്രങ്ങൾ കൂടി ബാങ്കിനുണ്ട്. ചെടികൾക്ക് അസുഖം ബാധിച്ചാൽ പരിശോധിക്കാനും മരുന്ന് നൽകാനുമായി ആഗ്രോ ക്ലിനിക്കും സഹകരണ സംഘത്തിനുണ്ട്. മനുഷ്യനും മൃഗങ്ങൾക്കും രോഗം വന്നാൽ ചികിത്സിക്കാനുള്ള സംവിധാനം പോലെ നമ്മുടെ ചെടികൾക്കുണ്ടാകുന്ന എല്ലാ രോഗങ്ങളെയും ബുദ്ധിമുട്ടുകളെയും ഒക്കെ ഉള്ളവർ നേരിട്ട് ബാങ്കിൽ അഗ്രോ ക്ലിനിക്കിൽ ഒരു കൃഷി ആശുപത്രി എന്ന സ്ഥാപനത്തിൽ വന്നാൽ കൃഷി ഡോക്ടർ എന്ന നിലയിൽ വിദഗ്ധനായിട്ടുള്ള കൃഷി ഓഫീസറുണ്ട്. ഉപദേശ നിർദ്ദേശങ്ങളും ആവശ്യമായിട്ടുള്ള കുറിപ്പടിയും കിട്ടും. കേരളമാകെ പ്രായോഗികമായി പകർത്താവുന്ന മാതൃകയാണിത്. വീട്ടാവശ്യത്തിനായി ചെറിയ അളവിൽ കൃഷി ചെയ്യുന്നവർക്ക് ഒരു പ്രോത്സാഹനമായി കൂടി ഇത് മാറും. ന്യൂസ് 18 കായംകുളം. ചൈനീസ് ഡിംസം രുചികളുടെ വൈവിധ്യം പകരുകയാണ് തിരുവനന്തപുരത്തെ ഹയാത്ത് റീജൻസിയിൽ നടക്കുന്ന ഡിംസം ഫെസ്റ്റിവൽ. ഡിംസം തിങ് എന്ന പേരിലാണ് ഹയാത്ത് റീജൻസിയിലെ ഓറിയന്റൽ കിച്ചണിൽ ഈ ഫെസ്റ്റിവൽ ഇപ്പോൾ നടക്കുന്നത്. മഴക്കാലത്ത് ചൂടോടെ ഡിംസം രുചികൾ പകരുകയാണ് ഹയാത്ത് റീജൻസിയിലെ ഡിംസം ഫെസ്റ്റിവൽ. പാൻ ഏഷ്യൻ വിഭവങ്ങൾക്ക് പേരുകേട്ട ദി ഓറിയന്റൽ കിച്ചണിലാണ് ഫെസ്റ്റിവൽ ഒരുക്കിയിരിക്കുന്നത്. ചിക്കൻ ലാം, പ്രോൺസ്, ചിലിയൻ സീബാസ്, സ്പിനാച്ച്, വാട്ടർ ചെസ്റ്റ്നട്ട് തുടങ്ങിയ വൈവിധ്യമാർന്ന ഘടകങ്ങളോടൊപ്പം കസ്റ്റേർഡ്, ചോക്ലേറ്റ് ബാവോത്ത് പോലുള്ള മധുര വിഭവങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള മെനുവാണ് ഫെസ്റ്റിവലിന്റെ പ്രധാന ആകർഷണം. ഷെഫ് ലീയുടെ നേതൃത്വത്തിലാണ് ഫെസ്റ്റിവലിലെ വിഭവങ്ങൾ ഒരുക്കുന്നത്. മെയ് 23 മുതൽ ജൂൺ 1 വരെ നടക്കുന്ന ഈ ഡിംസം പ്രൊമോഷൻ എല്ലാവർക്കും ഒരു പുതിയൊരു അനുഭവമായിരിക്കും. നമ്മളുടെ മാസ്റ്റർ ഷെഫ് കോങ് യോങ് ലീ, ബെയ്ജിംഗിൽ നിന്നുള്ള കോങ് യോങ് ലീ ആണ് ഈ ഒരു ഡിംസം പ്രൊമോഷനുള്ള എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം നൽകുന്നത്. പച്ചക്കറികളിൽ നിന്നും ലഭിക്കുന്ന സ്വാഭാവിക നിറങ്ങൾ കൊണ്ടാണ് ഡിംസങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. ഭക്ഷണപ്രിയരുടെ മനസ്സും വയറും നിറക്കുന്നവയാണ് സ്റ്റീം ചെയ്ത ഡിംസങ്ങൾ. ദിവസവും ലഞ്ച്, ഡിന്നർ സമയങ്ങളിലും പ്രത്യേക ഡിംസം മെനു ലഭ്യമാണ്. 10 ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഫെസ്റ്റിവൽ ജൂൺ 1 അവസാനിക്കും. ന്യൂസ് 18 തിരുവനന്തപുരം. മറ്റു വാർത്തകളിലേക്ക് പോകും മുൻപ് ഒരിടവേളയാണ്. ഇടവേളയിൽ നമുക്ക് കാണാം നല്ല വാക്ക്.